അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാൽ പറയും. പാർട്ടിക്കൊരു രീതിയുണ്ട്. പാർട്ടിയുടെ ഏത് ധനസമാഹരണമായാലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ചിട്ട് നേരെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി. അത് പാർട്ടിയുടെ ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അത് അംഗീകരിക്കേണ്ടത്. കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ്. ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോൾ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ ജയരാജ്, നിങ്ങൾക്ക് മുന്നിൽ അത് പുറത്തുവിടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അത് പൊതുജനങ്ങളാണ്. ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ്? ഇത് പൊതുജനങ്ങളിലാണ്. പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ പാർട്ടി. അല്ല പാർട്ടി വെള്ളം കയറാത്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി വേറെ അവിടെ നിൽക്കുന്ന ഒരു സമാന്തരലോ ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ. അപ്പോൾ എല്ലാ പാർട്ടി ഫണ്ടും പുറത്തു വേണ്ടാന്നേ ഒരു ആരോപണം ഉണ്ടാകുന്നു. ആരോപണത്തിൽ പ്രധാനം എന്താണ്? ധനരാജിന്റെ ഈ പറഞ്ഞ പാർട്ടി കോട്ടയിൽ വീട്ടിനകത്ത് വെട്ടേറ്റ് മരിച്ച് ധനരാജിന്റെ പേരിൽ പണം പിരിച്ച് അമക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് വളരെ വേഗം പറ്റും. എങ്ങനെയാണ് പറ്റുക? ഇത്ര രൂപ വന്നു, ഇത്ര രൂപ സഹായധനമായി കൊടുത്തു, ഇത്ര രൂപ വീട് നിർമ്മാണത്തിന് കൊടുത്തു, ഇത്ര രൂപ കേസ് നടത്തിപ്പിന് കൊടുത്തു, ബാക്കി ഞങ്ങളുടെ മക്കൾ ഇത്ര രൂപ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാവുന്ന ഒന്നിനെ അതിന് മടിക്കുമ്പോൾ കള്ളത്തരം കാട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയരാജ്? അത് പുറത്തുവിടാൻ പേടിയെന്തിനാണ്? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ അത് പുറത്തുവിടാൻ പേടിയൊന്നുമില്ല. ഇല്ലാത്തൊരു ആരോപണത്തിന്റെ പേരിൽ കണക്ക് ചോദിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കറിയാവുന്ന കണക്ക് ഞാൻ പറയാം. ഏതാണ്ട് 36 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ധനരാജിന്റെ രക്തസാക്ഷി ധനരാജിന് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഭയങ്കരം തന്നെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സ്വയം സംരംഭക സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ കടം മുഴുവൻ പാർട്ടിയാണ് വീട്ടിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അതിന്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിന്റെ വക്കീലിനുള്ള ചെലവ്. അതിനുശേഷം പിന്നീട് അവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, ജനപ്രതിനിധിയാക്കി. തുടർച്ചയായിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും പാർട്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പയ്യന്നൂരിലെ പാർട്ടി സഹാൾക്കാർ അറിയാം. അത് കേരളം മുഴുവൻ വിളിച്ചു പറയേണ്ട എന്നുള്ളൊരു ധാരണ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഈ പറഞ്ഞ കണക്കോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലല്ലേ ഇത് പറയുന്നതിനകത്ത്. ഏതെങ്കിലും ഒരാളല്ലോ. 50 വർഷം പാർട്ടിയിൽ നിന്ന ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി ക്രോണോളജിക്കലി ഇന്ന പൈസ ഇന്ന വഴിക്ക് പോയി, ഒരു ജോയിന്റ് അക്കൗണ്ട് 2 പേരുടെ പേരിൽ ഉണ്ടായി, അതിലേക്ക് പണം പോയി, അതിലെ പലിശ ഒരാളെടുത്തു, ഒരു 5 ലക്ഷം രൂപ ഒരാളുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയി എന്നൊക്കെ ക്രോണോളജിക്കലി തെളിവ് സഹിതം രേഖാമൂലം പറയുമ്പോൾ രേഖാമൂലം തെറ്റെന്ന് പറയണ്ടേ? അതല്ല പാർട്ടി വിരുദ്ധ കോടാലിക്കൈ എന്നൊക്കെയുള്ള കേട്ടാൽ ചിരി വരുന്ന പഴയ ക്ലീഷ എടുത്ത് അടിക്കാണോ വേണ്ടത്? ഇന്നലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല കെ രാഗേഷ് ഉത്തരവാദിത്വം. അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത് ശ്രീ ജയരാജ് നാണക്കേടാണ്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങൾ ഈ പറയുന്ന കണക്കോലെ പുണ്യപരിവേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ നയിച്ചിട്ടുള്ളത്, പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. കുഞ്ഞികൃഷ്ണൻ റിട്ടയർമെന്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത്. 2010 ശേഷമാണ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം ഒരു ത്യാഗം സഹിച്ചിട്ടില്ല. ഈ അദ്ദേഹം പാർട്ടിക്കെതിരെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പുണ്യ പരിവേക്ഷ ത്യാഗം സഹിക്കാത്ത ഒരാൾ CPM ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. കാളുകളുണ്ടാവും. ഒരു ത്യാഗം സഹിക്കാത്ത ഈ കൊളരാത്തവൻ എന്ന് താങ്കൾ പറയുന്ന ആൾ ഇക്കാലം അത്രയും CPM ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുകയായിരുന്നു. പോട്ടെ ഇനി അയാൾ കൊളരാത്തവരാന്ന് വെക്ക്. അയാൾ വന്നിറങ്ങി പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് പറയുകയാണ്. കട്ടുമുടിച്ചിട്ടില്ല, ദാ ഇത്ര പൈസ ഞങ്ങളുടെ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടെന്ന്. അത് പറയാതെ മുട്ടുപറക്കുമ്പോഴല്ലേ സംശയം പിന്നെയും ബലപ്പെടുന്നത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ ആഷ്മി, ഇത് കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കുഞ്ഞികൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല, മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയുണ്ടായി. ബ്രാഞ്ച് തലത്തിൽ അങ്ങനെ 9 മാസം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി വെക്കാൻ പറ്റാത്തത്. ഇതാണ് അവിടെ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് പറയട്ടെ ഹാഷ്മി, അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞികൃഷ്ണന്റെ ഒരു ബോധത ഉണ്ടാവുന്നു. അപ്രതീക്ഷിതമായി കുഞ്ഞികൃഷ്ണൻ ഒരു ബോധത ഉണ്ടാകുന്നു. ഏഷ്യാനെറ്റിനകത്ത് വന്നിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിനെ തുടർന്ന് ചർച്ചയായി മാറുന്നു.
ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആകസ്മികമായിട്ട് നടക്കുന്ന സംഭവം. എന്തിനാ വളച്ചു കിട്ടുന്നേ? ബി ജയരാജ് എന്തിനാ ഈ വളച്ചു കിട്ടുന്നേ? ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ പറ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ കോടാലിക്കായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തമായി മത്സരിക്കാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിലേക്ക് തുടങ്ങിയ രാഷ്ട്രീയ ആരോപണം മൊത്തം ഉന്നയിക്കേ. എല്ലാ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഈ രക്തസാക്ഷി ഫണ്ട് മുക്കി നക്കുന്നവരല്ല ഞങ്ങൾ എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാണ്? ഈ 3 ഫിഗർ വെക്കുക, കണക്ക് ഇത്ര എന്ന് വെച്ചാൽ ഈസിയായി പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ബാക്കി രാഷ്ട്രീയരോട് പറ. അത് പറയാൻ മടിച്ച് രാഷ്ട്രീയരോട് മാത്രം പറയപ്പെടാ പ്രശ്നം. ഇതിനകത്ത് ആഷ്മി, ഇതിനകത്ത് ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കാരെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും, ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിർത്താൻ കൊള്ളാത്ത ഒരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത്? എന്തിനാണ് ഏരിയ കമ്മിറ്റിയിൽ എടുത്തത്? എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെച്ചത്? അതിനാണ് പാർട്ടി ഉത്തരം പറയേണ്ടുന്നത്. സ്ക്രീനിങ്ങിനകത്തുള്ള കുഴപ്പം. എങ്ങനെയുള്ള ഒരാൾ പാർട്ടിക്ക് നമ്മൾ നിർബൻ ചക്രവർത്തിയെ പോലുള്ള നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ബുക്ക് വയ്ക്കാനായിട്ട് അവസാനം പാർട്ടിയിൽ നടപടിയെടുത്ത് പുറത്തു പോയപ്പം ബുക്ക് വയ്ക്കാനായിട്ട് ബുക്ക് ഫെയറിൽ വന്നിരിക്കുന്ന നിർബൻ ചക്രവർത്തിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. EMS പറഞ്ഞ എന്താണ്? എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് പാർട്ടി എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഒഴിവാക്കാം, ഞാൻ പാർട്ടിക്ക് എതിരാണെങ്കിൽ എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ചാനലിലൊക്കെ നോക്കിയാൽ EMSന്റെ വിഖ്യാതമായ പ്രസംഗം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഒരു പാർട്ടി അണി. ആ പാർട്ടി അണിയുടെ അച്ചടക്കം ഏതെല്ലാം മേഖലയിലാണെന്ന് പറയേണ്ടതെന്നൊന്നും ഹാഷ്മിക്ക് ഒരു പാർട്ടി മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹാഷ്മിക്ക് അതൊക്കെ മനസ്സിലാവും. ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പാരോപണത്തിന് ഫണ്ടിനെ കുറിച്ചുള്ള വ്യക്തത ഇല്ലെങ്കിൽ വ്യക്തത വരില്ല. എത്ര നോക്കിയാലും വെളുപ്പിക്കാനും കഴിയില്ല ശ്രീ ജയരാജ്. അതിന് ഈ കുഞ്ഞികൃഷ്ണൻ മഹാ കൊള്ളരുതാത്തവനാണെന്നും മഹാ മോശക്കാരനാണെന്നും അദ്ദേഹം മറ്റെന്തോ ദുഷ്ടലക്ഷ്യത്തിൽ വന്നാണെന്നൊക്കെ വെറുതെ വാദോരാതെ ആരോപിച്ചുകൊണ്ടിരിക്കാമെന്നതല്ലാതെ അതിൽ വ്യക്തത വരണമെങ്കിൽ ആ ഫണ്ടിന്റെ കണക്കുകൾ കേരളം കാണണം, പാർട്ടി അണികൾ കാണണം. അത് പുറത്തുവിടാൻ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒളിക്കാനുണ്ടെന്നാണ് അർത്ഥം. അതെ, പോകാം നമുക്ക്.